കൂട്ടുകാർക്ക് അപ്പുണ്ണിയാശാന്റെ കഥ ഓർമ്മയില്ലേ? ഇതിനു മുന്നേ കാതികയിൽ അപ്പുണ്ണിയാശാന്റെ പല കഥകളും വന്നിട്ടുണ്ട് അല്ലേ? അപ്പുണ്ണിയാശാൻ ഉണ്ടായിരുന്ന മൃഗം ഏതായിരുന്നു? അതെ, ഒരു കഴുതയായിരുന്നു നമ്മുടെ അപ്പുണ്ണിയാശാൻ ഉണ്ടായിരുന്നത്. ആ കഴുത കാണാതെ പോയതും ആ കഴുത തിരിച്ചു കിട്ടിയതും ഒക്കെ കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ? കേൾക്കാത്ത കൂട്ടുകാർ ആ കഥയൊന്ന് കേട്ടു നോക്കൂ. ഇത് അപ്പുണ്ണിയാശാന്റെ 4ാമത്തെ കഥയാണ്. വയസ്സനാണെങ്കിലും വളരെ ചുറുചുറുക്കുണ്ടായിരുന്ന ഒരു മുത്തശ്ശനായിരുന്നു നമ്മുടെ അപ്പുണ്ണിയാശാൻ. നമുക്ക് അപ്പുണ്ണിയാശാന്റെ ഒരു കഥ കേൾക്കാം. കാതികയിലേക്ക് സ്വാഗതം. അത് നെല്ല് കൊയ്യുന്ന ഒരു കാലമായിരുന്നു. നെല്ല് കൊയ്താൽ എന്തു ചെയ്യും? അതെല്ലാം പഴയ ആൾക്കാർ കൂട്ടിവെക്കും. വീട്ടിൽ ആവശ്യത്തിന് വേണ്ടതെല്ലാം പത്തായത്തിൽ സൂക്ഷിച്ചു വെക്കും. ബാക്കിയുള്ളതെല്ലാം അരിയാക്കി ചാക്കിൽ കെട്ടി കടയിലോ മാർക്കറ്റിലോ അല്ല ചന്തയിലോ കൊണ്ട് കൊടുക്കും. അങ്ങനെയായിരുന്നു പണ്ടത്തെ ആൾക്കാർ അല്ലേ? നമ്മൾ കൃഷിക്കാരെയും കൃഷിയിടവും കണ്ടിട്ടില്ലേ? പണ്ട് ആൾക്കാരൊക്കെ തന്നെ കൃഷി ചെയ്താണ് ജീവിച്ചിരുന്നത്. പാടവും വരമ്പുകളും നിറയെ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കുറഞ്ഞു വരികയല്ലേ? അങ്ങനെ ഒരു കാലമായിരുന്നു. നമ്മുടെ അപ്പുണ്ണിയാശാനും നെല്ല് കൊയ്ത ശേഷം ബാക്കിയുള്ളത് അരിയൊക്കെ ചാക്കിലാക്കി പട്ടണത്തിൽ കൊണ്ട് വിൽക്കാനായി തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അപ്പുണ്ണിയാശാൻ അരിച്ചാക്കുമായി പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. ആരാ കൂട്ടിന്? നമ്മുടെ കഴുത. നമ്മുടെ കഴുതപ്പുറത്തായിരുന്നു യാത്ര. പട്ടണത്തിലെത്തിയപ്പോഴേക്കും ഒരേ വൈകിയിരുന്നു. രാത്രിയായി, ഇരുട്ടായി. ഇനി എന്തായാലും തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് അപ്പുണ്ണിയാശാന് മനസ്സിലായി. അതുകൊണ്ട് അവിടെ അടുത്തുള്ള ഒരു താമസ സ്ഥലത്ത് ഒരു സത്രത്തിൽ തങ്ങാൻ അപ്പുണ്ണിയാശാൻ തീരുമാനിച്ചു. മഹാസൂത്രക്കാരനായിരുന്നു നമ്മുടെ സത്ര ഉടമ. ആ താമസ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ നല്ലൊരു സൂത്രക്കാരനായിരുന്നു. ആശാനെ കണ്ടപ്പോൾ ഒരു പാവമാണെന്ന് അയാൾക്ക് തോന്നി. ഈ കിളവനെ ഒന്ന് പറ്റിക്കണം, നല്ല പോലെ പണം വാരണം എന്നയാൾ തീരുമാനിച്ചു. അന്ന് രാത്രി അപ്പുണ്ണിയാശാൻ സത്രത്തിൽ തങ്ങി. പുറത്തുനിന്നൊന്നും കഴിക്കണ്ട എന്ന് നിശ്ചയിച്ചുകൊണ്ട് പൊതിച്ചോറുമായിട്ടാണ് അപ്പുണ്ണിയാശാൻ യാത്ര തുടങ്ങിയത്. കഴുതയ്ക്ക് തീറ്റയും കരുതിയിരുന്നു. അപ്പോൾ കഴുത വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തീറ്റയും തിന്നു. അപ്പുണ്ണിയാശാൻ പൊതിച്ചോറും ഉണ്ടു. സുഖമായി ഉറങ്ങി. നല്ല ക്ഷീണമായിരുന്നു. ഇത്രയും യാത്ര ചെയ്ത് വന്നതല്ലേ. നേരം പുലർന്നു. രാവിലെയായി. അപ്പുണ്ണിയാശാൻ എല്ലാം എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. ഇറങ്ങുന്നതിന് മുമ്പേ സത്രത്തിന്റെ ഉടമ താമസ സ്ഥലത്തിന്റെ ഉടമയോട് ചോദിച്ചു, ഞാൻ ഇറങ്ങട്ടെ, എത്രയാ വാടക മോനെ? അത് തന്നേക്കാം. മുറിയുടെ വാടക 100 രൂപ, പിന്നെ ഭക്ഷണത്തിന്റെയും വേറെ ഒരു 100 രൂപ. ഉടമസ്ഥൻ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. എന്താ മോനെ ഇത്? അതിന് ഞാൻ ഇവിടെ നിന്ന് ഒന്നും കഴിച്ചില്ലല്ലോ, ആശാൻ ചോദിച്ചു. അതിൽ കാര്യമില്ല, ഞാൻ ആശാന് നല്ലൊരു സദ്യ ഒരുക്കിയതാ. കഴിക്കാത്തത് എന്റെ കുറ്റമാണോ? ആശാന് ഒന്ന് കഴിച്ചുകൂടായിരുന്നോ? അമ്പട ഭയങ്കര, ഇവൻ ആള് കൊള്ളാലോ. എന്തായാലും ഇവനിങ്ങനെ വിട്ടാ പറ്റില്ല, ആശാനും വിചാരിച്ചു. ശരി മോനെ, ഭക്ഷണത്തിന്റെ വില തരാം. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് 100 രൂപ തന്നാൽ മതി, ആശാൻ പറഞ്ഞു. 100 രൂപയോ? ഞാനെന്തിനാ തരുന്നത്? നിങ്ങൾക്കെന്തിനാ പൈസ? നിങ്ങൾ എൻ്റെ അടുത്തല്ലേ താമസിച്ചത്? അയാൾ ചോദിച്ചു. വെറുതെ ഒന്നല്ല, കഴുതേ രാത്രി മുഴുവൻ ഞാനിവിടെ കെട്ടിയിരുന്നില്ലേ? നിങ്ങൾക്ക് ഉപയോഗിക്കാറുന്നില്ലേ? അതിന്റെ വാടകയാണ് ഈ 100 രൂപ. നിങ്ങൾക്കെന്താ ഭ്രാന്താണോ? ഞാൻ രാത്രി കഴുത എന്തിനാ ഉപയോഗിക്കുക? ആർക്ക് വേണം നിങ്ങളുടെ കഴുതയെ? ഉടമയുടെ വാക്കുകൾ കേട്ടിട്ട് ആശാൻ പറഞ്ഞു, മോനെ, നീ പറയുന്നത് ശരിയായിരിക്കാം. നിനക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കഴുത കെട്ടിയത്. ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ശരി, അതിന്റെ 100 രൂപ എനിക്ക് തന്നേ പറ്റൂ, ആശാൻ തറപ്പിച്ചു പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ ഉടമസ്ഥന് ഒന്നും പറയാൻ പറ്റിയില്ല. അയാൾ പറഞ്ഞ നാണയത്തിൽ അതുപോലെ തന്നെ ആശാനും തിരിച്ചു കൊടുത്തു. അയാൾ മുറിയുടെ വാടക 100 രൂപ മാത്രം വാങ്ങി. ആശാനും കഴുതയും തിരിച്ച് നാട്ടിലേക്ക് പോകുകയും ചെയ്തു. കേട്ടില്ലേ നമ്മുടെ അപ്പുണ്ണിയാശാന്റെ ബുദ്ധി? വീണ്ടും എന്തെങ്കിലും കെണിയിൽ പെടുമ്പോൾ ആശാൻ എന്തെങ്കിലും തരത്തിൽ പുറത്തിറങ്ങും.
വയസ്സനാണെങ്കിലും നല്ല ബുദ്ധിമാനാണ്. കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ കഥ ഞങ്ങൾക്ക് അയക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് പല കഥകളും അറിയാമായിരിക്കും. നിങ്ങളുടെ അച്ഛനമ്മമാരോട് കാതികയിലേക്ക് കഥ അയക്കാൻ പറയുക. അടുത്ത കഥയുമായി നാളെ. നന്ദി, നമസ്കാരം.